ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഡിയംസും പ്രോവർബും നൗണും നോക്കിയാലോ. ഞാൻ ഇന്ന് നിങ്ങളെ 4 എണ്ണമാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ലിയോപോഡ് കനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. ഇതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അടുത്തത്, എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. നെക്സ്റ്റ് വൺ, അസ് യു സോ ഷാൾ യു റീപ്. തേർഡ് വൺ, ടേൺ കോട്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്നിൻ്റെയും അർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന, നമുക്ക് മലയാളത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ വാക്കുകളിലൊക്കെ ഇംഗ്ലീഷ് അർത്ഥമാണോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഡിയംസും പ്രോവർബും ആണ്. ഫസ്റ്റ് വൺ, എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. നമ്മൾ മലയാളത്തിലൊക്കെ പറയില്ലേ, ചില സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണെന്ന്. ഞാനിങ്ങനെ മലയാളത്തിലൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, ചുട്ടയിലെ ശീലം ചുടല വരെ. അതായത് ചെറുപ്പത്തിലെ ശീലം നമ്മൾ മരണം വരെ ഉണ്ടാകുന്നു. അത്രയും സാമ്യമില്ല എന്നാൽ പോലും അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. അതായത് സ്വഭാവം എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഇച്ചിരിയും കൂടെ മനസ്സിലാവും. ഹി കീപ്സ് മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്ക്. അതായത് അവൻ ഒരേ മിസ്റ്റേക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. അതായത് അവന് ആ സ്വഭാവം അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല. അടുത്ത്, ഷീ പ്രോമിസ് ടു ചേഞ്ച് ബട്ട് എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. അതായത് അവൾ പ്രോമിസ് ചെയ്തായിരുന്നു അവളെ അത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്തായാലും ഷീ പ്രോമിസ് ടു ചേഞ്ച് ചെയ്യാം, മാറ്റാമെന്ന് അവൾ പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷേ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്, അതായത് അവൾക്കതൊന്നും അത്ര എളുപ്പത്തിലൊന്നും ആ സ്വഭാവമൊന്നും മാറ്റാൻ കഴിയില്ല. അടുത്ത്, ബി കെയർഫുൾ വിത്ത് ഹിം, എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്. അതായത് ഒരു മനുഷ്യൻ, നമുക്കറിയാം, ഇപ്പോൾ ഒരാളുടെ സ്വഭാവം ഇച്ചിരി ശരിയല്ലെന്ന് നമുക്കറിയാം. പെട്ടെന്നൊരു ദിവസം അയാളിപ്പോൾ ഒരു നല്ലൊരു സ്വഭാവമൊക്കെ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ പറയുക, അവനൊന്ന് ശ്രദ്ധിച്ചോളണം, അവൻ്റെ സ്വഭാവം അത്ര എളുപ്പത്തിലൊന്നും മാറുന്നതല്ല. അപ്പോൾ എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്സ്, അതായത് അവനതത്ര സ്വഭാവം പെട്ടെന്ന് മാറ്റാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീനെ, അതായത് ഒരാളുടെ സ്വഭാവം അയാൾ പെട്ടെന്നൊരു സ്വഭാവം മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാം, അയാളെ ഒന്ന് ശ്രദ്ധിച്ചോണം, അയാൾ അത്ര പെട്ടെന്ന് സ്വഭാവം മാറേണ്ട ഒരു ഇതല്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം അങ്ങനെ. അപ്പോൾ സ്വഭാവം എളുപ്പത്തിൽ മാറില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് എ ലിയോപാർഡ് കാനോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്പോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അതായത് ഒളിഞ്ഞിരിക്കുന്ന വഞ്ചകൻ എന്നുള്ള ഒരിതാണ്. അതായത് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ഒരു വഞ്ചകൻ എന്നുള്ള അർത്ഥമാണ്. ഹി ലുക്ക് ഫ്രണ്ട്ലി ബട്ട് ഹി വാസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അവനെ കണ്ടാൽ വളരെ സൗഹൃദമുള്ളവനായിട്ട് തോന്നി, ബട്ട് ഹി വാസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. പക്ഷെ അവൻ എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വഞ്ചകനായിരുന്നു. ഡോണ്ട് ട്രസ്റ്റ് ഹിം, ഹീസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അവനെ വിശ്വസിക്കില്ല, അവൻ നമ്മുടെ കൂട്ടത്തിലെ വഞ്ചകനാണ്. അതായത് ഒരു സ്നേക്ക്, ഒരു പാമ്പിനെ പോലെ, അതായത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വഞ്ചകനാണ് എന്നാണ്. ഷീ ആക്റ്റഡ് നൈസ്ലി ബട്ട് വാസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. മറ്റുള്ളവരുടെ മുന്നിൽ അവൾ നന്നായിട്ട് നൈസായിട്ടാണ് ആക്ട് ചെയ്തത്. ഷീ ആക്റ്റഡ് നൈസ്ലി, നന്നായിട്ട് അവൾ അഭിനയിച്ചു. പക്ഷേ അവൾ അവൾ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു വഞ്ചകയാണ്. അതൊരു, നമ്മൾ പറയില്ലേ, അവളൊരു മൂർഖം പാമ്പാന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് അർത്ഥം ഈ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നതാണ്, അവളെ വിശ്വസിക്കാനേ കൊള്ളില്ല, അവൾ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളൂ. അവൾ പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ വഞ്ചിക്കുന്ന ഒരാളെന്നൊക്കെ പറയില്ല. അപ്പോൾ നമുക്ക് പറയാം എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആണെന്ന്. നെക്സ്റ്റ്, അസ് യു സോ ഷാൾ യു റീപ്. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഇത് ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലാണ്. ആദ്യത്തെ 2 നമ്മൾ പഠിച്ച ഇഡിയമാണ്. ഇതൊരു പഴഞ്ചൊല്ലാണ്, പ്രോവർബാണ്. വിതയ്ക്കുന്നതേ കൊയ്യുകയുള്ളൂ എന്ന് പറയില്ലേ, അതാണ് അസ് യു സോ ഷാൾ യു റീപ്. ഇതൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചാലാണ് തലയിൽ ഇരിക്കുകയുള്ളൂ. ഇന്നതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കി പഠിക്കണം. സ്റ്റഡി ഹാർഡ് ബിക്കോസ് അസ് യു സോ ഷാൾ യു റീപ്. അതായത് നന്നായിട്ട് പഠിക്കുക, നീ വിതയ്ക്കുന്നത് നീ കൊയ്യോളും. ഹി ഹെൽപ്പ് എവരി വൺ ആൻഡ് പീപ്പിൾ ഹെൽപ്പ് ഹിം ബാക്ക്. അവൻ എല്ലാവരെയും സഹായിച്ചിരുന്നു, അതുപോലെ ആളുകൾ അവനെയും
എന്ത് ചെയ്തു, തിരിച്ച് സഹായിച്ചിരുന്നു. അസ് യു സോ സോ ഷാൽ യു റീപ്പ്. എന്താണോ നമ്മൾ വിതയ്ക്കുന്നത് അതാണ് നമുക്ക് കിട്ടുക. ബി കൈൻഡ് ടു അതേഴ്സ്. എല്ലാവരോടും നല്ല ദയയോടുകൂടി ആവുക. അസ് യു സോ സോ ഷാൽ യു റീപ്പ്. നീ എന്താണോ കൊടുക്കുന്നത്, മറ്റുള്ളവരോട് കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും നിനക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നുള്ളതിന് അസ് യു സോ സോ ഷാൽ യു റീപ്പ്. നെക്സ്റ്റ് ടേൺ കോട്ട്. ടേൺ കോട്ട് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ വഞ്ചകൻ എന്നുള്ള ഒരു, അതായത് നമ്മുടെ പക്ഷം മാറുന്ന ഒരാൾ. നമ്മൾ പറയില്ലേ, നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ പക്ഷത്ത് നിന്നിട്ട് പെട്ടെന്ന് മാറി അപ്പുറത്തെ ടീമിലേക്ക് മാറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ടേൺ കോട്ട്, പെട്ടെന്ന് തിരിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. എവരി വൺ കോൾഡ് ഹിം എ ടേൺ കോട്ട് ആഫ്റ്റർ ഹി ജോയിൻ ദ റിവൽ ടീം. അതായത് അവൻ ടീം മാറി അപ്പുറത്തെ ടീമിലോട്ട്, ശത്രുക്കളുടെ ടീമിലേക്ക് മാറിയപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി ഇവനെ വിളിച്ചു വഞ്ചകൻ, അതായത് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവൻ, ടേൺ കോട്ട്. അതായത് എപ്പോൾ വേണേലും സ്വഭാവം മാറും, തിരിയുന്ന ഒരാളെന്നുള്ളതാണ്. ഡോണ്ട് ബി എ ടേൺ കോട്ട്. നീ ഇങ്ങനെ ഒരു ടേൺ കോട്ട് ആവല്ലേ, അതായത് ഇങ്ങനെ പക്ഷം പാറുന്നവനാവല്ലേ. സ്റ്റേ ലോയൽ ടു യുവർ ഫ്രണ്ട്സ്. നീ നിൻ്റെ കൂട്ടുകാരോട് ലോയലായിട്ടിരിക്കുക. ദ ഡോക്ടർ വാസ് ട്രീറ്റഡ് ലൈക്ക് എ ടേൺ കോട്ട്. ആ ഡോക്ടർ ഒരു പക്ഷം മാറുന്നൊരു വഞ്ചകനായതുകൊണ്ട് അവനെ എല്ലാവരും ട്രീറ്റ് ചെയ്ത് കണ്ടിരുന്ന ഒരു ടേൺ കോട്ടായിട്ടായിരുന്നു എന്ന്. അപ്പം നമ്മളിൽ നിന്ന് 4 ഇതാണ് പഠിച്ചത്. 2 ഇഡിയംസും ഒരു പ്രോവർബും ഒരു നൗണുമാണ് പഠിച്ചത്. ടേൺ കോട്ട് ഒരു നൗണാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. ഇതെല്ലാം പേഴ്സണാലിറ്റി റിലേറ്റഡ് ആണ്. കുറച്ച് നെഗറ്റീവായിട്ട് വരുന്ന ആളുകളെ പറ്റി പറയാനാണ് ഈ ഇഡിയംസും പ്രോവർബൊക്കെ യൂസ് ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച് ഗൈസ്.